മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിനാലെ വീക്കിലെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷൻ. ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷന്റെ പ്രോമോയാണ് വന്നിരിക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ 6 പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ പസിൽസ് ഉണ്ട്. ആ പസിൽസ് സോൾവ് ചെയ്യണം. ആരുടെ ഫോട്ടോയാണോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അവർ പുറത്താവുമെന്നാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് പറയുന്നത് ടോപ്പ് 6 നിന്നും ടോപ്പ് 5 എത്താൻ പറ്റാതെ ഒരാള് ഇന്ന് ഈ വീടിന് പടി ഇറങ്ങും എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരാൾ ആര് വേണമെങ്കിലും ആവാം. അഷുറൻസ് ഉള്ള 3 പേരേ ഉള്ളൂ. ഷാനവാസ്, അനുമോൾ, അനീഷ്. ഇവരൊഴികെ ബാക്കി 3 പേരുടെ കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല. അക്ബർ, നൂറ, നെവിൻ, ഇവര് 3 പേരും ഡേഞ്ചർ സോണിലാണെന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ 3 പേരിൽ ആര് വേണമെങ്കിലും പുറത്താവാവുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് ഇത്. മിക്കവാറും നൂറ പുറത്തായേക്കാം, അല്ലെങ്കിൽ അക്ബർ പുറത്തായേക്കാം, നെവിൻ പുറത്തായേക്കാം. എന്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ തീർച്ചയായും നൂറയുടെ പേരെ ഞാൻ പറയുള്ളൂ. കാരണം ടിക്കറ്റ് ഫിനാലെ നൂറ നേടിയ സമയത്ത് നൂറ ഓർത്തു ടോപ്പ് 5 ഡയറക്റ്റ് എൻട്രി ആണെന്ന് ഓർത്തു. എന്നിട്ട് അതങ്ങനെ അല്ലാന്ന് അറിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഡെസ്പാവുന്ന നൂറേനെ നമ്മൾ കണ്ടിരുന്നു. അനുമോളുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് വിഷമം പറയുന്നത് കണ്ടിരുന്നു. ടോപ്പ് 5 അല്ലേ, പിന്നെ ഇതുകൊണ്ട് എന്താണ് ഗുണം, ഒറ്റ ഒരാഴ്ച ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ, അങ്ങനെയൊക്കെ കേട്ടിരുന്നു. പിന്നെ ഈ ആഴ്ച നമ്മൾ കണ്ടത് എന്താണ്, ഭയങ്കര നെഗറ്റീവ് രീതിയിൽ പോകുന്ന ഒരു ഗെയിമാണ് നമ്മൾ കണ്ടത്. അതിലൂടെ കൂടെ ഇത്രയും നെഗറ്റീവ് കളിയാണ് നൂറ കളിച്ചു വന്നത്. ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നുള്ളൊരു കാര്യം പോലും മറന്നുപോയി. ആ രീതിയിലാണ് കളിച്ചത്. എന്നിട്ട് ലാസ്റ്റ് ആയപ്പം ആദിലെ ഒന്ന് പുറത്തായി ഒരു 2 ദിവസം പോലും സ്വന്തം പാർട്ണറെ കാണാതിരിക്കാൻ പറ്റത്തില്ലേ. ഇമോഷണലി ഭയങ്കര വീക്കാവുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 50 ദിവസം പോലും നൂറ അവിടെ നിൽക്കില്ലായിരുന്നു. അതിലേയും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നിൽക്കാനായിട്ട് പറ്റിയത്. 99 ഡേയ്സ്, 99 ദിവസം നിൽക്കാൻ പറ്റിയത് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും നൂറയാണ് പുറത്താവാൻ ഏറ്റവും ഡിസേർവിംഗ് എന്ന് തോന്നുന്നു. അക്ബറും നെവിനും ഒക്കെ നല്ല രീതിയിൽ കോണ്ടന്റുകൾ കൊടുത്തു തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അവര് ടോപ്പ് 5 വരാൻ ഡിസേർവിംഗ് ആണ്. ഇന്ന് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ലൈവ് വെച്ചപ്പോ അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് കണ്ടിരുന്നു. ടോപ്പ് 5 വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. 2 പേരും, നെവിനും അക്ബറും 2 പേരും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ടോപ്പ് 5 എന്ന് പറഞ്ഞൊരു സംഭവം. ജനവിധി അവർക്കെതിരാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു കാര്യത്തില്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.